വെൽക്കം ടു മൈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പാർട്സ് ഓഫ് സ്പീച്ചിലെ അഡ്ജക്റ്റീവിനെ കുറിച്ച് അവസാനിപ്പിച്ചതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വെർബിനെ കുറിച്ചാണ്. ഞാൻ ഈ ക്ലാസ്സുകൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വീട്ടമ്മമാരെ, വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ചെറുതായി ചെറിയ ട്യൂഷൻ എടുക്കുന്ന ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ട്യൂഷൻ എടുക്കുന്ന ട്യൂഷൻ ടീച്ചർമാർക്കും ഇത് സഹായകരമാകുമെന്ന് കരുതിക്കൊണ്ടാണ്. കുട്ടികൾ ഒഴിവ് സമയം നോക്കി മാത്രമേ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അവരിലേക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടത് ഈ അച്ഛനമ്മമാരാണ്, ട്യൂഷൻ ടീച്ചർമാരാണ്. ആയതുകൊണ്ട് അവർ പ്രത്യേകം ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരം കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതല്ല. ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം. വെർബ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ക്രിയ. ദ ആക്ഷൻ ഡൺ ബൈ ദ സബ്ജക്റ്റ് ഈസ് നോൺ ആസ് വെർബ്. ഒരു വാചകത്തിലെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ. ക്രിയ അനുഭവിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ക്രിയ അനുഭവിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ്. രാമൻ രാവണനെ കൊല്ലുന്നു. ആരെ കൊല്ലുന്നു? രാവണനെ കൊല്ലുന്നു. ആരാ പ്രവൃത്തിയാണ്? രാമൻ. എന്താ പ്രവൃത്തി? കൊല്ലുന്നു. അപ്പോൾ രാമ കിൽസ് രാവണ, രാമ കിൽഡ് രാവണ. ടെൻസ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കിൽഡ് എന്നുള്ളത് വെർബ്, രാമ എന്നുള്ളത് സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്, പ്രവൃത്തി അനുഭവിക്കുന്ന ആൾ ഒബ്ജക്റ്റ് രാവണൻ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും മനസ്സിലായി. അതുപോലെ ഹി റൈറ്റ്സ് എ നോവൽ. ഹി എന്നുള്ള സബ്ജക്റ്റ്, റൈറ്റ്സ് എന്നുള്ളത് വെർബ്, എ നോവൽ എന്നുള്ളത് ഒബ്ജക്റ്റ്. അപ്പോൾ പ്രവൃത്തി ആരെ, ആർക്ക്, എന്ത്, എന്തിനെ എന്ന് ഉത്തരം പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഒരു വാചകത്തിൽ ആരെ, ആർക്ക്, എന്ത്, എന്തിനെ എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അനുഭവിക്കുന്ന ആള്, പ്രവൃത്തി ചെയ്യുന്ന ആള് സബ്ജക്റ്റ്, ചെയ്യുന്ന പ്രവൃത്തി ക്രിയ. വളരെ ശ്രദ്ധിക്കുക. ഇനി എല്ലാ വാചകത്തിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ സാധാരണ സബ്ജക്റ്റ് പാർട്ട്, പ്രെഡിക്കേറ്റ് പാർട്ട് എന്ന് പറയാറുണ്ട്. വെർബിനെയും ഒബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റ് പാർട്ടിൽ കൂട്ടുന്നു, സബ്ജക്റ്റ് വേറെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു വാചകത്തിലെ സബ്ജക്റ്റ് ചെറുതാവണമെന്നില്ല. വെർബിനേക്കാൾ വലിയ സബ്ജക്റ്റുകളുള്ള വാചകങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് വാചകത്തിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പറയാവുന്നത് ട്രാൻസിറ്റീവ് വെർബ്, കർമ്മവും സകർമ്മകവും. ഒരു കർമ്മമുള്ള വാചകത്തിനെ സകർമ്മകമെന്നും കർമ്മമില്ലാത്തവനെ അകർമ്മകമെന്നും പറയുന്നു. കർമ്മമുള്ള വാചകത്തിനെ വാചകത്തിലെ ക്രിയയെ സകർമ്മക ക്രിയ എന്നും കർമ്മമില്ലാത്ത വാചകത്തിലെ ക്രിയയെ അകർമ്മകമെന്നും പറയുന്നു. സകർമ്മകം എന്നുള്ളതിനെ ട്രാൻസിറ്റീവ് വെർബ് എന്നും അകർമ്മകം എന്നുള്ളതിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നും പറയും. ഇനി ഈ കെയിം ഏർലി എന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. ഈ കംസ് എവരിഡേ എന്ന് പറഞ്ഞു വെച്ചോളൂ. ഒരു ഉദാഹരണമായിട്ട് ഈ കംസ് എവരിഡേ, ഇതിലെ ആരെ, ആർക്ക്, എന്തിനെ എന്നതിന് ഉത്തരമില്ല. ആയതുകൊണ്ട് ഈ കംസ് എന്നുള്ള വെർബ് ഇത് അകർമ്മകമാണ്, സകർമ്മകമല്ല. അതേസമയം ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ, എന്ത് തിന്നുന്നു? ആപ്പിൾ തിന്നുന്നു. അതുകൊണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് ഈ വെർബ് സകർമ്മകമാണ്. സകർമ്മകമാണ്. ഇനി അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് ഞാൻ പറഞ്ഞു. സകർമ്മകം, അകർമ്മകം. കർമ്മമുള്ള ക്രിയകളെ സകർമ്മകമെന്നും കർമ്മമില്ലാത്ത ക്രിയകളെ അകർമ്മകമെന്നും പറയുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫിനിറ്റീവ് വെർബ്, സ്ട്രോങ് വെർബും വീക്ക് വെർബുമാണ്. ഇഡിയിലും ഡിയിലും ടിയിലും അവസാനിക്കുന്ന വെർബ് രൂപങ്ങളെ വീക്ക് വെർബുകളെന്നും അല്ലാത്തവയെ സ്ട്രോങ് വെർബുകളെന്നും പറയുന്നു. ഇഡിയിലും ഡിയിലും ടിയിലും അവസാനിക്കുന്ന ക്രിയാരൂപങ്ങളെ വീക്ക് വെർബുകളെന്നും അല്ലാത്തവയെ സ്ട്രോങ് വെർബുകളെന്നും പറയുന്നു. ഇപ്പോൾ വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്, റൈറ്റ്, റോട്ട്, ടെൽ, ടോൾഡ്, ടോൾഡ്, സെൽ, സോൾഡ്, സോൾഡ് ഇതെല്ലാം വീക്ക് വെർബുകളാണ്. അതേസമയം റൺ, റാൻ, റൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ ഇവയെല്ലാം സ്ട്രോങ് വെർബുകളാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആക്കുമ്പോൾ ഇഡിയോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കുമ്പോൾ ഇഡിയോ ടിയിലോ ഡിയിലോ അവസാനിക്കുന്ന ക്രിയാരൂപങ്ങളെ വീക്ക് വെർബുകളെന്നും
അല്ലാത്തവയെ സ്ട്രോങ് വെർബുകളെന്നും പറയും. അപ്പോൾ നമ്മൾ സ്ട്രോങ് വെർബ്, ട്രാൻസിറ്റീവ് വെർബും പഠിച്ചു, ഇൻട്രാൻസിറ്റീവ് വെർബും പഠിച്ചു, സ്ട്രോങ് വെർബും പഠിച്ചു, വീക്ക് വെർബും പഠിച്ചു. ഇനി വെർബിന് കുറേ കൂടി വേറെ വേറെ രൂപങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. ഇപ്പോൾ ഞാനിന്ന് പറഞ്ഞത് ട്രാൻസിറ്റീവ് വെർബ് സകർമ്മക ക്രിയ, ഇൻട്രാൻസിറ്റീവ് വെർബ് അകർമ്മക ക്രിയ. കർമ്മമുള്ള ക്രിയകളെ, ഒരു വാചകത്തിൽ കർമ്മമുള്ള ക്രിയകളെ സകർമ്മകമെന്നും ട്രാൻസിറ്റീവ് വെർബ് എന്നും, കർമ്മമില്ലാത്ത ക്രിയകളെ ഇൻട്രാൻസിറ്റീവ് എന്നും പറയുന്നു. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് സ്ട്രോങ് വെർബുകൾ, വീക്ക് വെർബുകളാണ്. ഇ ഡിയിലും ടിയിലും ഡിയിലും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുന്ന വെർബുകളെ വീക്ക് വെർബുകളെന്നും അല്ലാത്തവയെ സ്ട്രോങ് വെർബുകളെന്നും പറയുന്നു. ഇപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഇ ഡിയിലല്ല അവസാനിക്കുന്നത്. അതുകൊണ്ട് അത് സ്ട്രോങ് വെർബുകളാണ്. അതേസമയം ടെൽ, ടോൾഡ്, ടോൾഡ് എന്ന് പറഞ്ഞു ഞാൻ, വാക്ക്, വാക്ക്ഡ്, വാക്ക്, ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്, സെൻഡ്, സെൻഡ്, സെൻഡ് ഇവയെല്ലാം വീക്ക് വെർബുകളാണ്. അപ്പോൾ സ്ട്രോങ് വെർബ്, വീക്ക് വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, നോൺ ട്രാൻസിറ്റീവ് വെർബ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഓക്സിലറി വെർബാണ്. അതുകൊണ്ട് അടുത്തത് ക്ലാസ്സിലെ ഓക്സിലറി വെർബും ഫിനിറ്റീവ്, നോൺ ഫിനിറ്റീവ് വെർബിനെ കുറിച്ച് ഞാൻ പറയുന്നതാണ്. ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക, വേണ്ട പോലെ പ്രിപ്പയർ ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.